ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. മക്കളെ, നമുക്ക് ഭജന നടത്താം. ഗണപതി ഭഗവാനെ കൊണ്ട് തന്നെ ഞാൻ എഴുതിയ കൊച്ചു സ്തുതിപ്പാണ് ചൊല്ലാം. ഗജാനന ശിവശങ്കര തനയ നമാമ്യഹം നമാമ്യഹം. ഗജാനന ശിവശങ്കര തനയ നമാമ്യഹം നമാമ്യഹം. ഗജാനന ശിവശങ്കര തനയ നമാമ്യഹം നമാമ്യഹം. അറുമുഖ സോദരനേ പാർവതി നന്ദനനെ, അറുമുഖ സോദരനേ പാർവതി നന്ദനനെ, വിഘ്നമകറ്റണമേ ആദിപൂജിതനെ. അറുമുഖ സോദരനേ പാർവതി നന്ദനനെ, വിഘ്നമകറ്റണമേ ആദിപൂജിതനെ. ഗജാനന ശിവശങ്കര തനയ നമാമ്യഹം നമാമ്യഹം. ഗജാനന ശിവശങ്കര തനയ നമാമ്യഹം നമാമ്യഹം. ലോകർക്കുടയവനേ ലോകർക്കുടയവനേ ലോകപൂജിതനേ, ലോകർക്കുടയവനേ ലോകപൂജിതനേ, തുമ്പിക്കരത്താൽ അനുഗ്രഹം നൽകിടണേ, തുമ്പിക്കരത്താൽ അനുഗ്രഹം നൽകിടണേ. ലോകർക്കുടയവനേ ലോകപൂജിതനേ, തുമ്പിക്കരത്താൽ അനുഗ്രഹം നൽകിടണേ, തുമ്പിക്കരത്താൽ അനുഗ്രഹം നൽകിടണേ. ഗജാനന ശിവശങ്കര തനയ നമാമ്യഹം നമാമ്യഹം. ഗജാനന ശിവശങ്കര തനയ നമാമ്യഹം നമാമ്യഹം. അറുമുഖ സോദരനേ പാർവതി നന്ദനനെ, അറുമുഖ സോദരനേ പാർവതി നന്ദനനെ, വിഘ്നമകറ്റണമേ ആദിപൂജിതനെ, വിഘ്നമകറ്റണമേ ആദിപൂജിതനെ. ഗജാനന ശിവശങ്കര തനയ നമാമ്യഹം നമാമ്യഹം. ഗജാനന ശിവശങ്കര തനയ നമാമ്യഹം നമാമ്യഹം. മക്കളെ, ഇനി ദേവി സരസ്വതിയെ കൊണ്ട് നമുക്ക് ഗണപതി ഭഗവാനെ കൊണ്ട് നടന്ന് ഇനി നമുക്ക് ദേവിയെ കൊണ്ട് ഞാൻ തന്നെ എഴുതിയൊരു സ്തുതിപ്പാണ്. എപ്പോഴൊക്കെ ചൊല്ലുന്നതാ, ഭജനയല്ലേ, ഒരുപാട് നാമങ്ങളൊന്നും കയ്യിലില്ല. ഉള്ളതൊക്കെ നമുക്ക് രുചികരമായി കഴിക്കാം മക്കളെ. ഇതെല്ലാം ഭക്ഷണമാണ്, ആത്മീയ ഭക്ഷണം. നമുക്കത് സന്തോഷമായിട്ട് അമ്മേ ദേവി എല്ലാ കൃപയും നൽകണമേ. എല്ലാ അറിവ്, അമ്മയ്ക്ക് നല്ല അറിവാണ്, വിദ്യാരൂപിണിയല്ലേ, അറിവ് നന്നായി തരണമെന്ന് പ്രാർത്ഥിക്കാം. പാലയ 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 മാം ദേവി, പാലയ 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 മാം, പാലയ 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 മാം ദേവി, പാലയ 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 മാം. എന്തോ പാലയ, അമ്മേ ദേവി രക്ഷിക്കണമേ, പാലിക്കണമേ. പാലയ 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 മാം ദേവി, പാലയ 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 മാം. മംഗളകാരിണി പാലയ മാം അമ്മേ, സങ്കടനാശിനി പാലയ മാം. മംഗളകാരിണി പാലയ മാം അമ്മേ, സങ്കടനാശിനി പാലയ മാം. ദുഃഖവിനാശിനി പാലയ മാം അമ്മേ, ദുരിതവിനാശിനി പാലയ മാം. സങ്കട വൻകടൽ മാറ്റി അടിയനെ, പാലയ 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 മാം. ദുഃഖം ഇല്ലാതാക്കണമേ, പിന്നെയോ ദുരിതം വിനാശം ചെയ്യണമേ. സങ്കട വൻകടൽ, നമ്മളെ ഈ സംസാരമാണ് വലിയൊരു കടലാ, സമുദ്രം പോലെയാ. ഈ സങ്കടങ്ങളും ദുരിതങ്ങളെല്ലാം അകറ്റണമേ, പാലിക്കണമേ അമ്മേ ദേവി. ദുഃഖവിനാശിനി പാലയ മാം അമ്മേ,
ദുരിത വിനാശിനി പാലയ മാം. സങ്കടവൻ കടൽ മാറ്റി അടിയനെ പാലയ 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 മാം. അമൃതക്കടലേ ജ്ഞാനസ്വരൂപേ ലോകമാതാ പരാശക്തി കൽമഷമെല്ലാം മാറ്റി അടിയനെ പാലയ 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 മാം. അമൃതക്കടലേ ജ്ഞാനസ്വരൂപേ ലോകമാതാ പരാശക്തി കൽമഷമെല്ലാം, അത് പാപത്തെ എല്ലാം കളയണമേ, കൽമഷമെല്ലാം മാറ്റി അടിയനെ പാലയ 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 മാം. പാലയ 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 മാം ദേവി പാലയ 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 മാം. മംഗളകാരിണി പാലയ മാം അമ്മേ സങ്കടനാശിനി പാലയ മാം. അറിവിനും അറിവായി വിളങ്ങും ദേവി നാദരൂപിണി വീണാപാണി മായാ ഭഗവതി ആദിപരാശക്തി പാലയ 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 മാം. അറിവിനും അറിവായി വിളങ്ങും ദേവി നാദരൂപിണി വീണാപാണി മായാ ഭഗവതി ആദിപരാശക്തി പാലയ 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 മാം. പാലയ 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 മാം ദേവി പാലയ 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 മാം. മംഗളകാരിണി പാലയ മാം അമ്മേ സങ്കടനാശിനി പാലയ മാം. അമൃതവർഷിണി ചിന്മയീ ദേവി ബ്രഹ്മസ്വരൂപേ നിത്യാനന്ദേ അടിയൻ്റെ നാവിൽ വിളങ്ങണമമ്മേ പാലയ 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 മാം. അമൃതവർഷിണി ചിന്മയീ ദേവി ബ്രഹ്മസ്വരൂപേ നിത്യാനന്ദേ അടിയൻ്റെ നാവിൽ വിളങ്ങണമമ്മേ പാലയ 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 മാം. പാലയ 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 മാം ദേവി പാലയ 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 മാം. മംഗളകാരിണി പാലയ മാം അമ്മേ സങ്കടനാശിനി പാലയ മാം. മംഗളകാരിണി പാലയ മാം അമ്മേ സങ്കടനാശിനി പാലയ മാം. സർവ ഭക്തമക്കളുടെയും സങ്കടങ്ങൾ, എല്ലാ വേദന വിഷമങ്ങളും ഒക്കെയും മാറിപ്പോകട്ടെ. ഈ നിമിഷത്തിൽ തന്നെ അമ്മയുടെ കൃപ എല്ലാവരിലേക്കും എത്തുന്നു. സർവ്വർക്കും സുഖം ഭവിക്കണം. എല്ലാവർക്കും അമ്മയുടെ കൃപ, ഈശ്വര കൃപ എല്ലാവരിലും എത്തുന്നു. എല്ലാവരും അത് ഏറ്റുവാങ്ങുക ഭഗവാന്റെ കൃപ. നമുക്ക് ഭഗവാൻ നാരായണനെ സ്തുതിക്കാം. ഗോവിന്ദ ഹരി ഗോവിന്ദ. എല്ലാ നാമങ്ങളും ചൊല്ലണം. എല്ലാ നാമച്ചാൽ ഏകമായ ഈശ്വരൻ്റെ പല പല സ്വഭാവങ്ങളാണ്. ഭഗവാൻ നാരായണൻ്റെ സ്വഭാവം എടുത്തേക്കുന്നു, പരമേശ്വരൻ വേറൊരു സ്വഭാവം എടുത്തേക്കുന്നു. എല്ലാം എന്താ പരബ്രഹ്മമാണ്. അതായത് പല പല മന്ത്രിമാർ, അല്ലെങ്കിൽ ഒരു ആസ്പത്രിയിൽ ചെന്നാൽ ഒത്തിരി ഡോക്ടർമാരുണ്ട്. ഡോക്ടർമാരെല്ലാം ഡോക്ടർമാർ തന്നെയാണ്. പക്ഷേ ഓരോ രോഗത്തിനും ചികിത്സിക്കാൻ ഓരോരോ ഡോക്ടർമാർ. അതുപോലെ നമുക്ക് എന്തിനും ഏതിനും പല പല എല്ലാം അത് തന്നെ. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയാണ് അതൊക്കെ തന്നെയാണ് ആധ്യാത്മികവും. നമുക്ക് എന്തെല്ലാം ഗുണഗണങ്ങൾ നമുക്ക് വേണം. മോക്ഷദായകനായ ഭഗവാൻ കൃഷ്ണൻ നാരായണൻ അത് മോക്ഷത്തെ തരുന്നത് നമ്മളെ അവിടേക്ക് അടുപ്പിക്കും, ഭഗവാനിലേക്ക് അടുപ്പിക്കും. അങ്ങനെ ഓരോ അമ്മ ദേവി, നമുക്ക് സരസ്വതി, വീണാപാണി, എന്താ വിദ്യ, എന്ത് വിദ്യയും അത് ഏത് തൊഴിൽ, എന്ത് തൊഴിലായാലും, സംഗീതമായാലും അല്ലാതെ നമുക്ക് സ്കൂളിലെ ടീച്ചറോ അല്ലെങ്കിൽ ഡോക്ടറോ എന്ത് ആധ്യാത്മികമോ എല്ലാത്തിൻ്റെയും അറിവാണ് അമ്മ ദേവി സരസ്വതി. അങ്ങനെ പരമേശ്വരനും എങ്ങനെ എന്താ ഈ പരമേശ്വരൻ എന്താണ്, പ്രാർത്ഥിച്ചാൽ ഉടനെ അനുഗ്രഹം കൊടുക്കുമെന്നാണ് പറയുക. അതായത് ഈ ലോക ജീവിതത്തിന് അങ്ങനെ എല്ലാം നമുക്കൊന്നും അറിയണ്ട, എല്ലാം ഭഗവാൻ അർപ്പിച്ചാൽ മതി. ഇന്നതിന്നത് വേണമെന്നൊന്നും പറയണ്ട. അതൊക്കെ ഒരു താഴെ തട്ടിലുള്ളവരാണ് ഇതൊക്കെ പറയുക. കാരണം കുട്ടികളായിരിക്കുമ്പോൾ മറ്റേ 10, 40, 50 വയസ്സൊക്കെ ദൈവമേ എനിക്ക് അത് വേണം ഇത് വേണം. പക്ഷേ പരമാത്മാവായ ശ്രീ നാരായണൻ പരമാത്മാവ് തന്നെയാണല്ലോ. അതിൽ അമ്മ ദേവി ഭഗവതിയുണ്ട്, മഹാലക്ഷ്മി, അതായത് കൃഷ്ണനോടൊപ്പം തന്നെ മഹാലക്ഷ്മിയുണ്ട്. അപ്പം ഈ നാരായണനെ നമ്മൾ ഭജിക്കുമ്പോൾ നമുക്ക് സമ്പത്തും
എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മളങ്ങനെ ആയിത്തീരണം. നമ്മൾ അതിനുവേണ്ടി എനിക്ക് സമ്പത്ത് വേണമെന്ന് പ്രാർത്ഥിക്കരുത്. എന്താ, നമുക്ക് ഭഗവാനെ മാത്രം മതിയെന്ന് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ നമ്മളെ ഒരു പിതാവിൻ്റെ അടുത്തൊരു പുത്രി എങ്ങനെയാണ്, ഒരു പുത്രൻ എങ്ങനെയാണ്, അതുപോലെ നമ്മൾ ആയിത്തീർന്നാൽ പിന്നെ ഭഗവാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. പിന്നെ എടുത്തിട്ട് പറയണ്ട, ഒന്നും വേണമെന്ന് പറയേ വേണ്ട. അതുകൊണ്ട് നമുക്ക് ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ ഭക്തവത്സല ഗോവിന്ദ പത്മലോചന ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ ഭക്തവത്സല ഗോവിന്ദ പത്മലോചന ഗോവിന്ദ ശ്രീവാസുദേവ ഗോവിന്ദ ശ്രീ മുരളീധര ഗോവിന്ദ ശംഖ് ചക്രഗദ ഗോവിന്ദ പീതാംബരധര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ ഭക്തവത്സല ഗോവിന്ദ പത്മലോചന ഗോവിന്ദ ഗോകുലപാല ഗോവിന്ദ നന്ദകുമാര ഗോവിന്ദ വൈകുണ്ഠവാസ ഗോവിന്ദ ത്രിലോകാധിപ ഗോവിന്ദ ഗോകുലപാല ഗോവിന്ദ നന്ദകുമാര ഗോവിന്ദ വൈകുണ്ഠവാസ ഗോവിന്ദ ത്രിലോകാധിപ ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ ഭക്തവത്സല ഗോവിന്ദ പത്മലോചന ഗോവിന്ദ ഭക്തപരായണ ഗോവിന്ദ മുക്തിദായക ഗോവിന്ദ ശ്രീവത്സാംഗിത ഗോവിന്ദ ഗോവത്സപ്രിയ ഗോവിന്ദ ഭക്തപരായണ ഗോവിന്ദ മുക്തിദായക ഗോവിന്ദ ശ്രീവത്സാംഗിത ഗോവിന്ദ ശ്രീവത്സപ്രിയ ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ ഭക്തവത്സല ഗോവിന്ദ പത്മലോചന ഗോവിന്ദ ഹരിനാരായണ ഗോവിന്ദ രാമസഹോദര ഗോവിന്ദ സീതാവല്ലഭ ഗോവിന്ദ ഭാമാവല്ലഭ ഗോവിന്ദ ഹരിനാരായണ ഗോവിന്ദ സീതാവല്ലഭ ഗോവിന്ദ രാമസഹോദര ഗോവിന്ദ ഭാമാവല്ലഭ ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ ഭക്തവത്സല ഗോവിന്ദ പത്മലോചന ഗോവിന്ദ. മക്കളെ, നമുക്ക് ഭഗവാൻ ശിവശങ്കരനെ കൊണ്ട് എൻ്റെ അച്ഛൻ എഴുതിയൊരു നാമമാണ്. പണ്ട്, അതായത് അച്ഛൻ്റെ കൊച്ചുനാളിൽ അത് എനിക്ക് അറിയാം. ശംഭുനാമ എന്നൊരു നാമം. ഇത് ഇത്രയും ചൊല്ലിയതൊക്കെ ഞാൻ എൻ്റെ സ്തുതിപ്പളാണ്. ഇനി അച്ഛൻ്റെ ഒരു സ്തുതിപ്പോ ചൊല്ലാം, പരമേശ്വരനെ പറ്റിയാണ്. ശംഭുനാമ ചന്ദ്രചൂഡ സാമദാന പ്രിയ വിഭോ ശംഭുനാമ ചന്ദ്രചൂഡ സാമദാന പ്രിയ വിഭോ സർവദേവ സ്തോത്ര പൂജിത. സർവദേവന്മാരും സ്തുതിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്ന പരമശിവനാണ്. സർവദേവ സ്തോത്ര പൂജിത സർപ്പഭൂഷണാലങ്കാര. ഭഗവാന്റെ കഴുത്തിൽ എന്താണ് ആഭരണം? സർപ്പം. അതാണ് സർപ്പഭൂഷിതൻ. സർവദേവ സ്തോത്ര പൂജിത സർപ്പഭൂഷണാലങ്കാര ശംഭുനാമ ചന്ദ്രചൂഡ സാമദാന പ്രിയ വിഭോ. കാമദഹന ലലാട നേത്രൻ. ലലാട നെറ്റിയിൽ തൃക്കണ്ണുണ്ട്. ലലാട നേത്രൻ തൃക്കണ്ണ്. എന്താണ്? കാമദേവനെ പോലെ കാമങ്ങളെല്ലാം നശിപ്പിക്കുന്ന നമ്മുടെ ഭക്തൻ്റെ ആഗ്രഹങ്ങൾ നമുക്ക് നിർത്താൻ വയ്യ. നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെ ഇതിൽ നിന്ന് മാറ്റും? നമുക്ക് ഭജിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ പരമേശ്വരൻ്റെ തൃക്കണ്ണുകൊണ്ട് നമ്മുടെ വേണ്ടാത്ത ആഗ്രഹങ്ങളൊക്കെ തീർത്തു തരും. കാമദഹന ലലാട നേത്ര കാമദഹന ലലാട നേത്ര കാരുണ്യ കപാല പാത്ര. കപാലം തലയോട്. ആ സഹസ്രാരത്തിൽ നിന്ന് എന്താ പറയുക? കാരുണ്യം പൊഴിയും, ചൊരിഞ്ഞു വരും. എല്ലാ ഭക്തമക്കളും ഇത് കേട്ട് സന്തോഷിച്ച് ആനന്ദിച്ചിരിക്കൂ. ഭഗവാന്റെ ആ സഹസ്രാരത്തിൽ നിന്ന് വരുന്ന ആ കൃപ, ആ പവർ എല്ലാവരിലേക്ക് എത്തട്ടെ.
കാമദഹന ലലാട നേത്ര കാരുണ്യ കപാലപാത്ര കാമദഹന ലലാട നേത്ര കാരുണ്യ കപാലപാത്ര കാളകണ്ഠ കൈലാസവാസ കാളകണ്ഠ കൈലാസവാസ ഗൗരികാന്ത പ്രിയ വിഭോ കാളകണ്ഠ കൈലാസവാസ ഗൗരികാന്ത പ്രിയ വിഭോ ശംഭുനാമ ചന്ദ്രചൂഡ സാമദാന പ്രിയ വിഭോ ശംഭുനാമ ചന്ദ്രചൂഡ സാമദാന പ്രിയ വിഭോ കാളകൂട വിഷം ഭഗവാൻ അമൃത് എടുക്കാൻ പാലാഴി കടഞ്ഞപ്പോൾ അവിടുന്ന് വാസുകി ഛർദ്ദിച്ച് കവിട്ടിയ ആ കാളകൂട വിഷം ഭഗവാന്റെ കയ്യിലേക്ക് വാങ്ങി അത് ഭക്ഷിക്കുമ്പോൾ അമ്മ പാർവതീദേവിയും കൊങ്ങായ്ക്ക് കയറി ഇറുക്കി പിടിച്ച് ഇറക്കാതിരിക്കാൻ ഭഗവാനായ കൃഷ്ണൻ നാരായണൻ എന്ത് ചെയ്ത് തുപ്പാതിരിക്കാൻ വായും പൊത്തി. അങ്ങനെ കണ്ഠത്തിൽ കഴുത്തിൽ തന്നെ ഉറഞ്ഞാണ് നീലകണ്ഠൻ എന്ന് പേര് വന്നതും ഭഗവാൻ ആ വിഷം അവിടെ നിന്ന് ഉറഞ്ഞ് അതാണ് നീലകണ്ഠൻ എന്ന് ആ വിഷത്തിൻ്റെ കളറാണ്. കാമദഹന ലലാട നേത്ര കാമദഹന ലലാട നേത്ര കാമദഹന ലലാട നേത്ര കാരുണ്യ കപാലപാത്ര കാമദഹന ലലാട നേത്ര കാരുണ്യ കപാലപാത്ര കാളകണ്ഠ കൈലാസവാസ കാളകണ്ഠ കൈലാസവാസ ഗൗരികാന്ത പ്രിയ വിഭോ കാളകണ്ഠ കൈലാസവാസ ഗൗരികാന്ത പ്രിയ വിഭോ. ഗൗരി പാർവതിയുടെ ഭർത്താവാണ് ഗൗരികാന്തൻ, പാർവതിയുടെ കാന്തൻ ഭർത്താവ്, അതാണ് ഗൗരികാന്ത പ്രിയ വിഭോ ശംഭുനാമ ചന്ദ്രചൂഡ സാമദാന പ്രിയ വിഭോ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി ജദ്യൽ സകലം പരസ്മൈ നാരായണായേനിധി സമർപ്പയാമി. ഓം നാരായണായേനിധി സമർപ്പയാമി. ഓം നാരായണായേനിധി സമർപ്പയാമി.